Yes, good morning to all. In the last class we discussed about the population growth. There are two types of population growth, logistic growth curve and exponential growth curve. And we discussed the details of that. And then comes to the last topic of the chapter, population interactions. Population interactions, and that is very important, and you can expect one question from this part compulsorily. And you know that one species cannot live in isolation because all the species of the nature are somehow related. Some are producing food material, some are consuming the food produced by the producers, some are decomposing the dead organic matter of both the producers and consumers, helping the recycling of material. So in the nature, one organism or one species cannot live in isolation. All the living organisms of the nature are somehow interrelated. Plants and animals are related, plants and plants are related, animals and animals are showing various types of relations. Further, fungus and bacteria are somehow related to plants and animals. And so, in the nature, we cannot sum up all the reactions, all the relations into different categories. But according to our study purpose, in the textbook, 6 types of major interactions are explained. See, I am going to explain how the living organisms of the nature are interdependent or interrelated. പ്രകൃതിയിൽ ലിവിംഗ് ഓർഗാനിസത്തിന് ഒറ്റക്ക് നിലനിൽപ്പില്ല. എല്ലാ ലിവിംഗ് ഓർഗാനിസംസും തമ്മിൽ പലതരത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ റിലേഷൻസിനെ നമുക്ക് മേജറായി 6 കാറ്റഗറീസ് ആയി ഡിവൈഡ് ചെയ്യാം. ആ ടോപ്പിക്കില് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ തുടങ്ങുന്ന പാർട്ടിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ഉണ്ട്. ആ ഒരു കോളം വരച്ചിട്ട് 6 ടൈപ്പ് ഇന്ററാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്, ചിലത് നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അത് ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു കോളമാണ് ആ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ടോപ്പിക്കിന്റെ തുടക്കത്തിലുള്ളത്. ആ കോളം ടെക്സ്റ്റിൽ അതേപോലെ വരക്കണം. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം വരക്കാം. ആൻഡ് ദ 6 ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ്. അതിൽ പലതും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, ചിലത് പുതിയതായിരിക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് കാൾഡ് predation. Predation is a type of interaction in which one organism called as predator കേട്ട വാക്കുകളാണ്. predator catch and eat the small organism called as prey. prey ആണ് prey. See, predator organism, predator എന്ന് പറയുന്ന സ്പീഷീസ് prey എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ catch and eat that, ആ റിലേഷനാണ് നമ്മൾ പറയുന്ന predation എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം വേറെ ഓർഗാനിസത്തിനെ കാച്ച് ചെയ്യുന്നു, തിന്നുന്നു, അതാണ് predation എന്ന് പറഞ്ഞാൽ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. സോ വൺ സ്പീഷീസ് ഈസ് കോൾഡ് ആസ് predator, ദാറ്റ് ഈസ് യൂഷ്വലി ലാർജ് സ്പീഷീസ്. അങ്ങനെ ആവണമെന്നില്ല, ഒരു വലിയ സ്പീഷീസ് ആയിരിക്കാം predator എന്ന് പറയുന്നത്. prey സ്പീഷീസ് സാധാരണയായിട്ട് ചെറുതായിരിക്കും, സൈസിൽ ചെറുതായിരിക്കും. So predator catch and eat the prey species is called, അങ്ങനെയുള്ള റിലേഷൻ ആണ് predation എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയി എടുക്കാം, സ്നേക്ക് ഇസ് എ predator ആണ്, ഫ്രോഗ് എന്നുള്ളത് prey ആണ്. വളരെ എളുപ്പത്തിൽ പറയുന്ന എക്സാമ്പിൾ ആണ്. സ്നേക്ക് ഇസ് എ predator and frog is a prey. ഫ്രോഗ് prey സ്പീഷീസ് ആണ്, സ്നേക്ക് predator സ്പീഷീസ് ആണ്. ഇനി ഇതാണ് ഇങ്ങനെയുള്ള റിലേഷൻ ആണ് നമ്മൾ നാച്ചുറൽ കാണുന്ന. ആനിമലും തമ്മിലുള്ള റിലേഷൻ ആണ് കൂടുതൽ. ആനിമലും കൂടുതൽ റിലേഷൻ ആണ് predation എന്നുള്ള ഹെഡിങ്ങിൽ വരുന്നത്. സോ വൺ സ്പീഷീസ് കോൾഡ് ആസ് predator catch and eat the species called prey species. And in this relation, ഇങ്ങനെ റിലേഷൻ വന്നാൽ who will get benefit? അല്ല, ഈ പ്രകൃതിയിൽ അങ്ങനെ ബന്ധമുണ്ടാവുമ്പോ നമുക്ക് ഏതിനാണെങ്കിലും ഈ റിലേഷനിൽ ബെനിഫിറ്റ് കിട്ടുന്നത് ചോദിച്ചാൽ prey സ്പീഷീസ് ബെനിഫിറ്റ് കിട്ടും, അതിന് പോസിറ്റീവ് ആണ്. predator species will get direct benefit. അപ്പൊ ആർക്കാ ബെനിഫിറ്റ് കിട്ടുന്നത് ചോദിച്ചാൽ ആർക്കാ ബെനിഫിറ്റ് കിട്ടുന്നത്? സ്നേക്കിനാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത്. സോ വി റെപ്രസെന്റഡ് ആസ് പോസിറ്റീവ്. സ്നേക്കിന്
ഗുണം കിട്ടുന്ന റിലേഷൻ ആണ്. അതുകൊണ്ട് നമ്മളത് പോസിറ്റീവ് എന്ന് റെപ്രസെന്റ് ചെയ്യും. സ്നേക്ക് വിൽ ഗെറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ്. എന്താ? സ്നേക്കിന് ഫുഡ് കിട്ടുന്നു. സോ സ്നേക്ക് സ്പീഷീസ് വിൽ ഗെറ്റ്, പ്രൊഡേറ്റർ സ്പീഷീസ് വിൽ ഗെറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ്. എന്തിനാ ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പ്രേ സ്പീഷീസ് വിൽ ഗെറ്റ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. നമ്മുടെ ബയോളജിയിൽ അങ്ങനെയാണ്, ഒരുപാട് ഡിസ്കഷൻസ് വരും. പ്രേ സ്പീഷീസ് വിൽ ഗെറ്റ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. സി, പ്രൊഡേറ്ററിന് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും, ഫ്രോഗിന് വിച്ച് ഇസ് ദ പ്രേ സ്പീഷീസിനും ബെനിഫിറ്റ് കിട്ടും. എങ്ങനെയാ ഫ്രോഗിന് ബെനിഫിറ്റ് കിട്ടുന്നത്? ഫ്രോഗ് വിൽ ഗെറ്റ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്. എങ്ങനെയാ? ഇറ്റ് വിൽ റെഡ്യൂസ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ റിമൈനിങ് പ്രേ സ്പീഷീസ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ആൻഡ് അത് എവല്യൂഷന്റെ റീസൺ ആണ്. എങ്ങനെയാ പ്രകൃതി നിയമമാണ്? എന്താ ഫ്രോഗിന് കിട്ടുന്ന ബെനിഫിറ്റ്? ഫ്രോഗ് വിൽ ഗെറ്റ് ബെനിഫിറ്റ്. എങ്ങനെ ഫ്രോഗ്? ചത്ത ഫ്രോഗിനല്ല ബെനിഫിറ്റ് കിട്ടുന്നത്. റിമൈനിങ് ഫ്രോഗ് സ്പീഷീസ് വിൽ ഗെറ്റ് ബെനിഫിറ്റ് ബൈ റെഡ്യൂസിംഗ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ഫ്രോഗ് സ്പീഷീസ്. എങ്ങനെ? ഇവിടെയുള്ള ഫ്രോഗിന്റെ ഒരുപാട് എണ്ണം കൂടുമ്പോ കുറച്ച് ഫ്രോഗിനെ സ്നേക്ക് ക്യാച്ച് ചെയ്താൽ എന്താവും? ബാക്കിയുള്ള ഫ്രോഗിന്, റിമൈനിങ് ഫ്രോഗിന് ഇഷ്ടം പോലെ ഫുഡ് കഴിച്ച് ജീവിക്കാം. സോ the predation will get direct benefit by predator will get direct benefit, prey species will get the indirect benefit. ആർക്കാ കിട്ടുന്നത്? ബാക്കിയുള്ള ഫ്രോഗ് സ്പീഷീസിന്, ബാക്കിയുള്ള പ്രേ സ്പീഷീസിന് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാനും ജീവിക്കാനും പറ്റും. അപ്പൊ എന്ത് ചെയ്യും? ഫ്രോഗ് എണ്ണം കൂടുമ്പോ എന്താവും? ഫ്രോഗിന്റെ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും ഫുഡിന്. അപ്പൊ ഫ്രോഗിന് ഇഷ്ടം പോലെ ഫുഡ് കിട്ടൂല. അപ്പൊ കുറച്ച് ഫ്രോഗ് ചത്തുപോയാൽ റിമൈനിങ് ഫ്രോഗ് സ്പീഷീസ് വിൽ ഗെറ്റ് ഇനഫ് ഫുഡ് മെറ്റീരിയൽ, സോ ദേ വിൽ ലിവ് വെരി ഫ്ലറിഷ്ലി. അതാണ് പ്രൊഡേറ്ററിന് ഡയറക്റ്റ് ബെനിഫിറ്റും പ്രേ സ്പീഷീസിന് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇനി ഫ്രോഗിന്റെ കാര്യം എടുക്കാം. ഫ്രോഗ് പ്രേ സ്പീഷീസ് ആണ്. ഇനി ഫ്രോഗ് ചിലപ്പോ പ്രിഡേറ്റർ ആവും. എപ്പോ? when the frog catch an insect. ഫ്രോഗ് ഒരു ഇൻസെക്റ്റിനെ പിടിക്കുമ്പോ എന്താവും? ഫ്രോഗ് പ്രിഡേറ്റർ ആവും, ഇൻസെക്ട് പ്രേ ആവും. സോ frog is a species which become both prey and predator. ഈ റിലേഷൻ നോക്കിയാൽ ഫ്രോഗ് പ്രേ ആണ്, ഈ റിലേഷൻ നോക്കിയാൽ ഫ്രോഗ് predator ആണ്. ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ അവൈലബിൾ ആണ് നാച്ചുറൽ. സോ ഞാൻ പറഞ്ഞു ആർക്കാ ബെനിഫിറ്റ് കിട്ടുന്നത്? ഉത്തരം എന്താ? predator will get direct benefit and prey species will get indirect benefit. Another point, it is the mechanism that keeps the balance of nature. Question ചോദിച്ചാണ്, which is the mechanism? How? It is the mechanism that keeps the balance of nature. പ്രകൃതിയില് ബാലൻസ് കീപ്പ് ചെയ്യുന്ന റിലേഷൻ ആണ് ഈ പറയുന്ന പ്രൊഡേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് വിൽ കീപ് ദ ബാലൻസ് ഓഫ് ദ നാച്ചർ. എങ്ങനെ? പ്രകൃതിയില് ഓർഗാനിസത്തിന്റെ എണ്ണം ബാലൻസ് ആക്കി നിൽക്കുന്നത് പ്രൊഡേഷൻ ആണ്. എങ്ങനെ? when the frog species increases, ഞാൻ പറയുന്നു when the സ്നേക്കിന്റെ ഫ്രോഗിന്റെ റിലേഷൻ എടുത്താൽ പ്രകൃതിയിൽ അറിയാം എവല്യൂഷൻ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രകൃതിയിൽ എപ്പോഴും ഓർഗാനിസത്തിന്റെ എണ്ണം കണക്കായിരിക്കാം, എപ്പോഴും ബാലൻസിലാണ്, ഹ്യൂമൻ ബീയിങ്സിന്റെ ഒഴികെ. എങ്ങനെയാണ് ഈ സ്പീഷീസിന്റെ എണ്ണം എപ്പോഴും ബാലൻസ്ഡായി നിൽക്കുന്നത്? predation is the mechanism. How? I will explain. When സ്നേക്കിന്റെ എണ്ണം കൂടുമ്പോ number of snake increase very fastly. So what happens? ആ സ്നേക്ക് മുഴുവനും ഫ്രോഗിനെ കാച്ച് ചെയ്യും. സോ എല്ലാ ഫ്രോഗിന്റെ ഒരുപാട് ഫ്രോഗിനെ സ്നേക്ക് കാച്ച് ചെയ്യും. അപ്പോഴെന്താ? ഓട്ടോമാറ്റിക്കലി ഫ്രോഗിന്റെ എണ്ണം കുറയും, ഫ്രോഗിന്റെ എണ്ണം റെഡ്യൂസ് ആവും. ഫ്രോഗിന്റെ എണ്ണം റെഡ്യൂസ് ആവുമ്പോ സ്നേക്കിന് ഫുഡ് കിട്ടൂല. സ്നേക്ക് വിൽ നോട്ട് ഗെറ്റ് ഫുഡ്. അപ്പൊ ഫുഡ് കിട്ടാതിരിക്കുമ്പോ എന്താവും? സ്നേക്കിന്റെ എണ്ണം കുറയും. സ്നേക്കിന്റെ എണ്ണം ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. സ്നേക്കിന്റെ എണ്ണം ഓട്ടോമാറ്റിക്കായി കുറയുമ്പോൾ എന്താവും? പ്രൊഡേറ്റർ ഇല്ലാതിരിക്കുമ്പോ ഫ്രോഗിന്റെ എണ്ണം കണ്ടമാനം കൂടും. ഫ്രോഗിന്റെ എണ്ണം പ്രകൃതിയിൽ നല്ല കൂടും. ഫ്രോഗിന്റെ എണ്ണം കൂടുമ്പോ എന്താവും? ഇഷ്ടംപോലെ ഫുഡ് കിട്ടുമ്പോ സ്നേക്കിന്റെ എണ്ണം കൂടും. സ്നേക്കിന്റെ എണ്ണം കൂടുമ്പോ ഫ്രോഗിന്റെ എണ്ണം കുറയും. See, this is the mechanism that keep the balance of nature. പ്രകൃതിയില് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം ആണ്. അതുകൊണ്ട് എപ്പോഴും എന്താവും? ഒരു പരിധിക്കപ്പുറത്ത്, ഒരു ലിമിറ്റിന്റെ അപ്പുറത്ത് പ്രേന്റെയോ പ്രൊഡേറ്ററിന്റെയോ എണ്ണം കൂടൂല. അതെപ്പോഴും ബാലൻസ്ഡ് ആയി നിൽക്കും. ഇറ്റ് ഈസ് ദ മെക്കാനിസം ദാറ്റ് കീപ് ദ ബാലൻസ് ഓഫ് നാച്ചർ. ഹൗ? when the predator species increase, number of prey species decrease. When the number of prey species decrease, what happens? The predator also decreases.
because the number of living organisms in the nature is decided by availability of food material. ഫുഡ് ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ എണ്ണം ഇഷ്ടം പോലെ കൂടും, ഫുഡ് കുറയുമ്പോ ഓർഗാനിസത്തിന്റെ എണ്ണം കുറയും. ഇറ്റ് ഈസ് ദ മെക്കാനിസം ദാറ്റ് കീപ് ദ ബാലൻസ് ഓഫ് നേച്ചർ. ആൻഡ് ഇറ്റ് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് ദ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്. ഇൻസെക്ട് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്, ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട്. ഇൻസെക്ടിന് ഒരു ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്. സി ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്, അത് അഗ്രികൾച്ചറിൽ ഒരു മെക്കാനിസം ആണ്. എഫിഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിംഗ് പ്രേയിങ് മാൻഡിസ്. പ്രേയിങ് മാൻഡിസ് എന്നുള്ള ഒരു ഇൻസെക്ട് ഉപയോഗിച്ചിട്ട് എഫിഡിന്റെ നമ്പർ കുറക്കാം. എഫിഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിംഗ് പ്രേയിങ് മാൻഡിസ്. സി അഗ്രികൾച്ചറിൽ ഒരു മെത്തേഡ് ആണ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട്. സി ഇൻസെക്ടിനെ നമ്മുടെ ഇൻസെക്ട് ഉണ്ട്, ഒരുപാട് പെസ്റ്റ് ഉണ്ട്. നമ്മുടെ കൃഷി ചെയ്യുന്ന പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന ഒരുപാട് ഇൻസെക്ട് പെസ്റ്റ് ഉണ്ട്. പെസ്റ്റിനെ കൊല്ലാൻ നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യലാണ്. വി ആർ യൂസിങ് പെസ്റ്റിസൈഡ്. പെസ്റ്റിസൈഡ് കെമിക്കലാണ്. ദാറ്റ് വിൽ കോസ് പൊല്യൂഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? അതൊക്കെ നമ്മുടെ ബാൻഡാണ്, പല പെസ്റ്റിസൈഡ് ബാൻഡാണ്. അതിനുശേഷം 1980s ആവുന്ന ഒരു മെത്തേഡ് വന്നു, ബയോളജിക്കൽ കൺട്രോൾ. കെമിക്കൽ കൺട്രോൾ അല്ല, പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ കൺട്രോൾ ആണ്. അല്ലാതെ വേറൊരു മെത്തേഡ് വന്നു, ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് എന്നുള്ള മെത്തേഡ് വന്നു 1980s. കെമിക്കൽസ് ഒഴിവാക്കാൻ വേണ്ടി പെസ്റ്റിനെ ബയോളജിക്കൽ കൺട്രോൾ എന്നുള്ള മെത്തേഡ് വന്നു. എന്താ ബയോളജിക്കൽ കൺട്രോൾ? ഒരു ഇൻസെക്ടിനെ ഉപയോഗിച്ചിട്ട് വേറൊരു ഇൻസെക്ടിനെ കൺട്രോൾ ചെയ്യലാണ്. സി നമ്മുടെ കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഇൻസെക്ടിനെ അതിന്റെ പ്രെഡേറ്ററിനെ യൂസ് ചെയ്ത് ക്യാച്ച് ചെയ്യലാണ്. സി ഒരു ഇൻസെക്ടിനെ വേറെ ഇൻസെക്ട് വെച്ച് ക്യാച്ച് ചെയ്യലാണ്, കൺട്രോൾ ചെയ്യലാണ്. ദാറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്. എന്താ ചെയ്യല്? നമ്മള് ലാബില് ആ പ്രെഡേറ്ററായ വലിയ ഇൻസെക്ട് നമ്മൾ ലാബിൽ വളർത്തും. വിൽ ഗ്രോ ദ ലാർജ് പ്രെഡേറ്റർ ഇൻസെക്ട് ഇൻ ദ ലാബ്. ആ ഇൻസെക്ടിനെ ഫീൽഡിലേക്ക് റിലീസ് ചെയ്യും. ആ ഇൻസെക്ട് പോയിട്ട് ആ നമ്മുടെ പെസ്റ്റിനെ പോയി പിടിച്ചു തിന്നു. പെസ്റ്റിനെ പോയിട്ട് ഈ ഇൻസെക്ടിന്റെ ഫുഡാണ്. ആ ഇൻസെക്ട് നമ്മൾ ലാബിൽ വളർത്തിയ പ്രെഡേറ്റർ ഇൻസെക്ട് പോയിട്ട് പ്രേ ഇൻസെക്ടിനെ പോയിട്ട് ക്യാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യണ്ട. ഒരു ഇൻസെക്ടിനെ ഉപയോഗിച്ചിട്ട് വേറൊരു ഇൻസെക്ടിനെ ക്യാച്ച് ചെയ്യുന്ന മെക്കാനിസം ആണ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് ബൈ എഫിഡ്സ് ഉണ്ട്. നമ്മുടെ റൈസ് പോലുള്ള പ്ലാന്റിനൊക്കെ സ്റ്റെമ്മിൽ ഹോൾസ് ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്ട് ആണ് എഫിഡ്. ഷുഗർ കെയിനും റൈസിനൊക്കെ വീറ്റിനൊക്കെ. അതിനെ പ്രേയിങ് മാൻഡിസ് ഇൻസെക്ട്. പ്രേയിങ് മാൻഡിസ് ഒരു ബ്രൗൺ കളർ ഇൻസെക്ട് ആണ്. കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഇൻസെക്ട് ആണ് പ്രേയിങ് മാൻഡിസ്. ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ആ ഇൻസെക്ടിന്റെ പേര് പ്രേയിങ്. ഇറ്റ് ഈസ് ഓൾവേസ് പ്രേയിങ്. കൈ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് പ്രേയിങ് എന്ന് പറയുന്നത്. പ്രേയിങ് മാൻഡിസ് എന്ന് പറയുന്ന ആ ബ്രൗൺ കളർ ഇൻസെക്ട് അറിയാം. ബ്രൗൺ ഗ്രീൻ കളറൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് വലിയ ഇൻസെക്ട് ആണ്. ആ ഇൻസെക്ട് പ്രെഡേറ്റർ ആണ്. ആ ഇൻസെക്ടിനെ ലാബിൽ കൾച്ചർ ചെയ്തിട്ട് ഈ എഫിഡ്സിനെ പിടിക്കാൻ വേണ്ടി ഫീൽഡിലേക്ക് റിലീസ് ചെയ്യും. സോ ദിസ് പ്രേയിങ് മാൻഡിസ് വിൽ ഗോ ടു ദ ഫീൽഡ് ആൻഡ് കാച്ച് ദ എഫിഡ്. അപ്പൊ ആ ഫീൽഡിലുള്ള എഫിഡ്സിനെ മുഴുവൻ ഈ പ്രേയിങ് മാൻഡിസ് പോയി പിടിക്കും. എന്താ റിലേഷൻ? പ്രെഡേഷൻ ആണ്. സി പ്രേയിങ് മാൻഡിസ് എഫിഡ്സിനെ പിടിക്കുന്നു, ക്യാച്ച് ചെയ്യുന്നു. അത് പ്രെഡേഷൻ ആണ്. സോ ദിസ് ഈസ് ദ മെക്കാനിസം. Predation is the mechanism behind the biological control of insect pest. Predation is the mechanism that keeps the balance of nature. Predation is the mechanism by which predator get direct benefit and prey species will get indirect benefit. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. You have to remember that. So predation എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി വരുന്നുണ്ട്. Then this predator species prey species will develop various mechanisms to avoid that predation. See, അപ്പൊ എന്ത് ചെയ്യും? ഈ predator വരുമ്പോ predatorനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി prey സ്പീഷീസിന് ഒരുപാട് അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യും. predation ഒഴിവാക്കാൻ prey സ്പീഷീസിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യും. അറിയാം, ഒരുപാട് പ്ലാന്റ്സിലും ഒരുപാട് ആനിമൽസിലും അഡാപ്റ്റേഷൻസ് ഉണ്ട്. ആനിമൽസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് കെമോഫ്ലേജ്.
camouflage is an adaptation. എന്താ camouflage എന്ന് പറഞ്ഞാല് develop the color to escape from the predators. The prey species will get the color of the background in which it is living. See, അത് ജീവിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ഇമിറ്റേറ്റ് ചെയ്യുക, സോ ദാറ്റ് predator cannot identify. യു സി ചില കണ്ടിട്ടുണ്ടാവും, ചില ഇൻസെക്ടിന്റെ കളർ ഗ്രീൻ ആണ്. ഗ്രീൻ ലീഫിൽ കാണുന്ന ഇൻസെക്ടിന്റെ കളർ ഗ്രീൻ ആണ്. മരത്തിന്റെ മുകളിൽ കാണുന്ന ഇൻസെക്ട് ഉണ്ടാവും, അതിന്റെ കളർ ബ്രൗൺ ആണ്. എന്തിനാ ലീഫിൽ കാണുന്ന ഗ്രീൻ ലീഫിൽ കാണുന്ന ഇൻസെക്ടിന്റെ കളർ ഗ്രീൻ ആയത്? ബ്രൗൺ ലീഫിൽ കാണുന്ന ഇൻസെക്ടിന്റെ കളർ ബ്രൗൺ ആയത് എന്തിനാ? ഇറ്റ് ഈസ് ദ മെക്കാനിസം കോൾഡ് ആസ് camouflage. സേ ഏതിലാണോ ജീവിക്കുന്നത് അതിന്റെ കളറാണ് ആ ഇൻസെക്ടിന് ഉണ്ടാവല്. ആ മെക്കാനിസം ആണ് camouflage എന്ന് പറയുന്നത്. കളർ ഓഫ് ഇമിറ്റേറ്റ് ദ കളർ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ഇറ്റ് ഈസ് ലിവിംഗ്. എന്തിനാ ഗ്രീൻ ഇൻസെക്ട് ഗ്രീൻ ലീഫിൽ കാണുന്ന ഇൻസെക്ടിന് ഗ്രീൻ കളർ ആയതിനാ? ടു എസ്കേപ്പ് ഫ്രം ദ predators. അതിനെ ബേർഡ്സ് പിടിക്കാൻ പോകുമ്പോ ഈ ഗ്രീൻ കളർ ആയതുകൊണ്ട് ആ predatorക്ക് ഇതിനെ കാണൂല. The predator cannot identify the prey species by the same color. മരത്തിന്റെ മേലെയൊക്കെ കാണാം ബ്രൗൺ കളറുള്ള ഇൻസെക്ട്, നമുക്ക് we cannot identify അത് മരത്തിന്റെ അതേ കളറാണ് ബ്രൗൺ കളർ. അപ്പൊ എന്താ? predator cannot identify. predatorന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മെക്കാനിസം ആണ് imitating the color of background on which it is living. That mechanism is called as camouflage എന്ന് പറയും. അല്ലെ, പല അനിമൽസും അങ്ങനെയാണ്. ഡെസേർട്ടിലുള്ള അനിമൽസിന്റെ കളർ സാൻഡി കളറാണ്, സാൻഡിന്റെ കളറാണ്. എന്തിനാ? ടു എസ്കേപ്പ് ഫ്രം ദ predators. മണ്ണിൽ കാണുന്ന ഇൻസെക്ട് പല അനിമൽസിന്റെ കളറും മണ്ണിന്റെ കളറാണ്. എന്തിനാ? ടു എസ്കേപ്പ് ഫ്രം ദ predators. predatorന്ന് രക്ഷപ്പെടാനുള്ള മെക്കാനിസം ആണ്. വേരിയസ് മെക്കാനിസംസ് ആർ ദേർ. അങ്ങനെ അനിമലിനെ ഒരു ഡേഞ്ചറസ് ആയ അനിമലിന്റെ കളറ് ഒരു പാവം അനിമലിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് മിമിക്രി. ബോഡി കളറ്, വിങ്സിന്റെ ഷേപ്പ്, അങ്ങനെ പലതും. ഇപ്പൊ ലീഫിന്റെ കളറുള്ള ലീഫിന്റെ അതേ ഡ്രൈഡ് ലീഫിന്റെ അതേ ഷേപ്പുള്ള അതേ സ്ട്രക്ചറുള്ള വിങ്ങുള്ള ഇൻസെക്ട് ഉണ്ട്. സോ ലൈക്ക് ദാറ്റ്. പിന്നെ അങ്ങനെ ഒരുപാട് മെക്കാനിസം ആണ്. സോ ദർ ആർ വേരിയസ് മെക്കാനിസം ടു എസ്കേപ്പ് ഫ്രം ദ. അപ്പൊ കളർ ഇമിറ്റേറ്റ് ചെയ്യുന്ന, പിന്നെ അതിന് സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന, ബോഡി മൂവ്മെന്റ് ഇമിറ്റേറ്റ് ചെയ്യുന്ന, ഒരു അനിമലിൽ വേറൊന്നിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, ഒരു ഇൻസെക്ട് വേറൊന്നിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അതിന് ബയോളജിക്കലി വി കോൾ ഇറ്റ് ആസ് മിമിക്രി എന്ന് പറയും. മെക്കാനിസം മിമിക് ചെയ്യുന്ന മെക്കാനിസം. ഈ ബാക്ക്ഗ്രൗണ്ടിനെ കളർ ഇമിറ്റേറ്റ് ചെയ്യുന്ന മെക്കാനിസം camouflage ആണ്. ദിസ് ഈസ് എന്തിനാ camouflage? ഇറ്റ് ഈസ് എ മെക്കാനിസം അഡാപ്റ്റേഷൻ ടു എസ്കേപ്പ് ഫ്രം ദ predators. Plants are showing various adaptations to escape from herbivorous animals. Herbivorous animals. The herbivorous animals which are eating the plant parts are called as herbivorous animals. That mechanism is called herbivory. Whether herbivory is a predation. Herbivory predation ആണോ? See, my question is that whether herbivory is a predation. ഒരു കൗ പോയിട്ട് ഒരു പ്ലാന്റ് തിന്നാൽ അത് പ്രഡേഷൻ ആണോ? കൗ ഒരു സ്പീഷീസ് ആണ്, പ്ലാന്റ് വേറെ സ്പീഷീസ് ആണ്. ഒരു സ്പീഷീസ് മറ്റേ സ്പീഷീസ് തിന്നാൽ പ്രഡേഷൻ ആവൂലേ? ആവും. ഹെർബിവോറി ഈസ് എ ടൈപ്പ് ഓഫ് പ്രഡേഷൻ. ഒരു ആനിമൽ ആണ്, മറ്റത് പ്ലാന്റിനെ തിന്നാലും പ്രഡേഷൻ ആയി. സോ ഹെർബിവോറി ഈസ് എ ടൈപ്പ് ഓഫ് പ്രഡേഷൻ. ദെൻ ഹെർബിവോറസ് അനിമലിന് എസ്കേപ്പ് ചെയ്യാൻ പ്ലാന്റ്സിന് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ടാവും, ഇല്ലേ? ഹെർബിവോറസ് അനിമലിന് എസ്കേപ്പ് ചെയ്യാൻ പ്ലാന്റ്സിന് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് thorns are present. See, presence of thorns, അല്ലെ? presence of spine. എന്തിനാ? അല്ലെ? മുള്ളൊക്കെ എന്തിനാ പ്ലാന്റിന്? സ്പൈൻ എന്തിനാ? to escape from the grazing animals. And there are sometimes some presence of hairs are there. ചില പ്ലാന്റ്സിന്റെ ബോഡിയിൽ ഹെയർസ് ഉണ്ടാവും. എന്തിനാ? പ്ലാന്റിന് തിന്നും, അനിമൽസ് തിന്നൂല, അത് തൊടുമ്പോ ചൊറിയുന്ന ഹെയർസ് ഉണ്ടാവും. ഓർ പ്രസൻസ് ഓഫ് സർട്ടൻ കെമിക്കൽസ് ഉണ്ടാവാം. ചില പ്ലാന്റ്സിന് സ്മെല്ല് ഉണ്ടാവാം. എന്തുകൊണ്ടാ സ്മെല്ല്? കെമിക്കലാണ്. ചില പ്ലാന്റ്സിന് സ്മെല്ല് ഉണ്ടാവും, അത് ഗ്രേസിംഗ് അനിമൽസ് തിന്നൂല, ആ സ്മെല്ലുള്ളതുകൊണ്ട്. ദെൻ ദർ ഈസ് എ കാർഡിയാക് ലൈക്കോസൈഡ്, എന്താ പറയുന്നത്? കലോട്രോപ്പിസ്.
ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞത് കലോട്രോപ്പിസ്. കലോട്രോപ്പിസ് എന്ന പ്ലാന്റ് മലയാളം സ്കോളേഴ്സ് എരിക്കെന്ന് പറയുന്ന പ്ലാന്റ് ആണ് കലോട്രോപ്പിസ്. അതിന്റെ കയ്യില് അത് പൊട്ടിക്കുമ്പോ ഒരു മിൽക്കി ലാറ്റക്സ് വരും. കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന കെമിക്കലുകളുടെ എരിക്ക് അതെന്തിനാ? അതൊരു മിൽക്കി ലാറ്റക്സ് ആണ്. ഇറ്റ് ഇസ് എ മെക്കാനിസം ടു എസ്കേപ്പ് ഫ്രം ദ predator. Like that, various chemicals are there. Caffeine, nicotine. You see nicotine, in tobacco there is called a chemical called nicotine. Nicotine in tobacco. Other poisonous ആണ് to escape from the predators. Then coffea arabica. Coffea ലെ ക്ലാസ്സിലെ പ്ലാന്റില് caffeine and like that അങ്ങനെ ഒരുപാട് adaptations ഉണ്ട്. Then comes nicotine, then strychnine, STRI, strychnose എന്ന് പറഞ്ഞാൽ കാഞ്ഞിരം അതിലുള്ള കെമിക്കലാണ് കയ്പുള്ളത് strychnine. Like that, strychnine ആണ് CHNINE. These are all chemicals. See, calotropis, cardiac glycoside, tobacco, nicotine, coffee എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. സ്ട്രിക്നോസ് കാഞ്ഞിരത്തില് സ്ട്രിക്നിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. കാഞ്ഞിരം സ്ട്രിക്നോസ് ഒന്നും ഒരിക്കലും ഒരു പശുവും തിന്നൂല. These are all the adaptations. പല പ്ലാന്റ്സും ഉണ്ട് പ്രകൃതിയില്. നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ സ്മെല്ലുള്ള പ്ലാന്റ്സ് ഉണ്ട്, സ്മെല്ലുള്ള അനിമൽസ് ഉണ്ട്. പല ഇൻസെക്റ്റിനും ഭയങ്കര സ്മെല്ലാണ്, വളരെ ഹാർഡായ സ്മെല്ലാണ്, വളരെ ഹാർഷായ വളരെ ബാഡ് സ്മെല്ലുള്ള ഇൻസെക്ട് ഒരുപാടെണ്ണം ഉണ്ട്. എന്തിനാ ഇൻസെക്ടിന് ആ സ്മെല്ല് കിട്ടിയത്? ടു എസ്കേപ്പ് ഫ്രം പ്രെഡേറ്റർ. അങ്ങനെ സ്മെല്ലുള്ള ഇൻസെക്ടിനൊന്നും പ്രെഡേറ്റർ പിടിക്കൂല. സ്മെല്ലുള്ള അനിമൽസിനും പ്ലാന്റ്സിനൊന്നും ഗ്രേസിംഗ് അനിമൽസ് തിന്നൂല. സ്പൈൻ, തോൺ, ഹെയർസ്, chemicals, these are all adaptations to escape from the predators. So that is about the predation and predators and like these kind of interactions. So ഇത്ര കുറെ ഡീറ്റെയിലാണ് ഞാൻ പറഞ്ഞത്. നോട്ട്സിൽ ഉണ്ടാവും, ഡീറ്റെയിൽസ് ഉണ്ടാവും. So these are all adaptations to escape from the predators. So ഞാൻ പറഞ്ഞത് predation, one species called as predator catch and eat the prey species. യൂഷ്വലി പ്രെഡേറ്റർ വലുതായിരിക്കും, പ്രേ സ്പീഷീസ് ചെറുതായിരിക്കും. പ്രെഡേറ്ററുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും, അതിന് ഫുഡ് കിട്ടും. പ്രേ സ്പീഷീസിന്റെ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. ഇറ്റ് ഈസ് ദ മെക്കാനിസം ദാറ്റ് കീപ് ദ ബാലൻസ് ഓഫ് നാച്ചുറൽ ലിവിംഗ് ഓർഗാനിസിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെക്കാനിസം പ്രൊഡേഷൻ ആണ്. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഇൻസെക്ട് പെസ്റ്റിന്റെ മെക്കാനിസം പ്രിൻസിപ്പിൾ ഇതാണ്. ഒരു പ്രേ സ്പീഷീസിന്റെ ഹെർബിവോറിയും ഒരു പ്രൊഡേഷൻ ആണ്. അനിമൽസിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പ്രെഡേറ്റേഴ്സ് പ്രേ സ്പീഷീസിൽ ഒരുപാട് അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. കാമോഫ്ലേജ്, മിമിക്രി പോലുള്ള അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. പ്ലാന്റ്സും ഒരുപാട് സ്പൈൻ, തോൺ തമ്മിലുള്ള അഡാപ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു ടു എസ്കേപ്പ് ഫ്രം ദ പ്രൊഡേഷൻ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ പ്രൊഡേഷൻ എന്നുള്ള ആദ്യത്തെ ബന്ധമാണ്. അത് പ്രെഡേറ്റർ പ്ലസ് ആണ്, പ്രേ സ്പീഷീസ് മൈനസ് ആണ്. Second type of interaction called as competition. Competition is another type of interaction. In this kind of interaction, it is the struggle between two species for common resource. രണ്ടെണ്ണം മൈനസ് ആണ്. See, struggle between two species for common resource. എന്താ അങ്ങനെ പറഞ്ഞാല് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ്, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള മത്സരമാണ്, സ്ട്രഗിൾ ആണ് ഫോർ ഒബ്റ്റെയിനിങ് കോമൺ റിസോഴ്സ്. അവിടെ ഒരു റിസോഴ്സേ ഉള്ളൂ, രണ്ട് സ്പീഷീസ് ആണ്, ഒരു എ സ്പീഷീസും ഒരു ബി സ്പീഷീസും ഉണ്ട്. അത് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. എന്തിനാ? ഫോർ ഒബ്റ്റെയിനിങ് കോമൺ റിസോഴ്സ്. ഒരു ഫസ്റ്റ് പ്രൈസേ ഉള്ളൂ, രണ്ടാൾ തമ്മിൽ മത്സരിക്കുന്നു. ഒരു ഫുഡേ ഉള്ളൂ, രണ്ട് ആനിമൽസ് തമ്മിൽ കമ്പീറ്റ് ചെയ്യുന്നു. സി, ഒറ്റ ആനിമൽ മാത്രമേ ഉള്ളൂ, ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ, ഒരു പ്രേ ഉള്ളൂ, രണ്ട് പ്രെഡേറ്റർ ഉണ്ട്. ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ, ഒരു ഡീർ മാത്രമേ ഉള്ളൂ, രണ്ട് ടൈഗർ ഉണ്ട്, തമ്മിൽ കോമ്പറ്റീഷൻ വരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. സി, സോ ഇറ്റ് ഈസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ടു സ്പീഷീസ് ഫോർ ഒബ്റ്റെയിനിങ് കോമൺ റിസോഴ്സ്. ഒറ്റ റിസോഴ്സേ ഉള്ളൂ, ഒറ്റ ഫുഡേ ഉള്ളൂ, ഒറ്റ വാട്ടറേ ഉള്ളൂ, ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് രണ്ട് ആനിമൽ തമ്മിലുള്ള സ്ട്രഗിൾ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ആനിമൽസിന്റെ കാര്യത്തിൽ നല്ല ക്ലിയർ ആണത്. ആൻഡ്
Who will get benefit? ആർക്കാ ഗുണം കിട്ടുന്നത്? രണ്ട് സ്പീഷീസ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. Who will get benefit? രണ്ടിനും ബെനിഫിറ്റ് കിട്ടൂല. രണ്ടിനും ആ സ്ട്രഗിൾ ഉണ്ടാവുമ്പോ രണ്ടിനും ചിലപ്പോൾ ദോഷമായി തീരാം. സോ ബോത്ത് വിൽ നോട്ട് ഗെറ്റ് ബെനിഫിറ്റ്. ഡയറക്റ്റ് ബെനിഫിറ്റ് രണ്ടിനും ഇല്ല, അത് രണ്ടിനും ദോഷമാണ്. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഇന്ററാക്ഷൻ. അതിനൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കല്. രണ്ടിനും ഗുണം ഉണ്ടാവില്ല, രണ്ടിനും ദോഷാണ്, രണ്ടിന്റെ ഹെൽത്തിനും അത് ദോഷാണ്. സോ സ്ട്രഗിൾ ബിറ്റ്വീൻ ടു സ്പീഷീസ് ഫോർ ഗെറ്റിംഗ് കോമൺ റിസോഴ്സ് ഈസ് കോൾഡ് ആസ് കോമ്പറ്റീഷൻ. ആൻഡ് there are two types of competitions. One is called interspecific and intraspecific. Interspecific means between two species. രണ്ട് സ്പീഷീസ് തമ്മിൽ ഇന്ററാക്ഷൻ ആണ് ഇന്റർസ്പെസിഫിക്. ഒരു കാറ്റും ഒരു ഡോഗും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇന്റർസ്പെസിഫിക്. ഒരു ടൈഗറും ഒരു ലയണും തമ്മിലുള്ള സ്പീഷീസ് കോമ്പറ്റീഷൻ ആണ് ഇന്റർസ്പെസിഫിക്. രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ എന്ന് പറയാറ്. സോ വാട്ട് ഈസ് ഇൻട്രാസ്പെസിഫിക്? വിത്തിൻ ദ സ്പീഷീസ് കോമ്പറ്റീഷൻ വിത്തിൻ ദ സ്പീഷീസ് ഈസ് കോൾഡ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇതിന്റെ എക്സാമ്പിള് രണ്ട് കാറ്റ് തമ്മില്, രണ്ട് ഡോഗ് തമ്മില്, രണ്ട് ലയൺ തമ്മില്, രണ്ട് ടൈഗർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് intraspecific competition എന്ന് പറഞ്ഞാൽ. So competitions are of two types. Between the two species is called interspecific. Within the species is called intraspecific competition. Which is more stronger and why? ഇതിൽ ഏതാണ് കൂടുതൽ സ്ട്രോങ് ആവല്? This is more stronger. ക്വസ്റ്റ്യൻ ഉപയോഗിച്ച വാക്ക് സ്ട്രോങ് എന്നല്ല, അക്യൂട്ട് എന്നാണ്. Which is more stronger. എന്താ? Intraspecific competition is more very sorry for that. This competition is more stronger. Intraspecific is more stronger. എന്തുകൊണ്ടാ? രണ്ട് ടൈഗർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് കൂടുതൽ സ്ട്രോങ് ആവല്. Why? Because എന്താ ഉത്തരം പറയല്? Because they are with more or less same strength. രണ്ട് ടൈഗർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം എന്താ? രണ്ടും ഏകദേശം ഈക്വലി സ്ട്രോങ് ആയിരിക്കാം. ഫർദർ ദേ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ സെയിം റിസോഴ്സ്. അത് ഒരു റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരേ ഫുഡ് ഉണ്ടാവുള്ളൂ. രണ്ട് ടൈഗർ ആണ്, ഭയങ്കര സ്ട്രോങ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ ബിക്കോസ് ദ ഓർഗാനിസംസ് ഓഫ് സെയിം സ്പീഷീസ് ആർ ഈക്വലി സ്ട്രോങ് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ സെയിം റിസോഴ്സ്. ഒരേ റിസോഴ്സ് ആണ്, ഒരേ സ്ട്രോങ് ആണ്. അപ്പൊ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻ, ഇന്റർസ്പെസിഫിക് ആൻഡ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻസ്. ആൻഡ് ടെക്സ്റ്റില് ഒരുപാട് എക്സ്പ്ലനേഷൻ കൂടി തന്നിട്ടുണ്ട്. ആൻഡ് then whether plants are competing or not, plant തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവോ? What is the answer for that? Animals തമ്മിൽ കോമ്പറ്റീഷൻ ആണ് കൂടുതൽ നമ്മൾ കാണാറ് പ്രകൃതിയിൽ. വെദർ പ്ലാന്റ്സ് ആർ കമ്പീറ്റിംഗ്? യെസ്, പ്ലാന്റ്സ് ആർ ഓൾസോ കമ്പീറ്റിംഗ്. പ്ലാന്റ്സ് തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ടാവും. എപ്പോഴാ പ്ലാന്റ് തമ്മിൽ കമ്പീറ്റ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ആർ കമ്പീറ്റിംഗ് ഫോർ സൺലൈറ്റ്, പ്ലാന്റ്സ് ആർ കമ്പീറ്റിംഗ് ഫോർ വാട്ടർ, പ്ലാന്റ്സ് ആർ കമ്പീറ്റിംഗ് ഫോർ ന്യൂട്രിയൻസ്. അറിയാം, രണ്ട് പ്ലാന്റ് ഒരേ സമയത്ത് വെച്ചാൽ അത് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് കൂടുതൽ വളരും, അല്ലെ? സൺലൈറ്റിന്റെ ഭാഗത്തേക്ക് വളരും. റൂട്ട്സ് ആർ ഗോയിങ് ടുവേർഡ്സ് വാട്ടർ. ഏതാണോ കൂടുതൽ വളരുന്നത് അതിന് കൂടുതൽ വെള്ളം കിട്ടും. റൂട്ട്സ് ആർ ഗോയിങ് ഫോർ മിനറൽസ്. സോ പ്ലാന്റ്സ് ആർ ഓൾസോ കോമ്പീറ്റിംഗ്. അറിയാം, കുറെ പ്ലാന്റ്സ് ഒന്നിച്ച് നടത്താല് അത് സൺലൈറ്റിന്റെ ഭാഗത്തേക്ക് വളരുന്ന കാണാം. സ്ട്രോങ്ങർ വിൽ ഗോ. അത് പ്രകൃതിന്റെ നിയമമാണ്. സോ കോമ്പറ്റീഷൻ വിൽ ഒക്കെ നോട്ട് ഓൺലി ബിറ്റ്വീൻ ആനിമൽസ് but also between plants also competition occur for sunlight, nutrients, water, etc. Then ഗോസസ് ഒരുപാട് തിയറി പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. ഗോസസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗോസസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ്, see, ഗോസസ് GAU, ഗോസസ് കോമ്പറ്റീറ്റീവ് exclusion principle. Gauss's competitive exclusion principle states that, text പറയുന്നതാണ്, that's not important. Two species competing cannot
compete indefinitely, but they will develop a mechanism called coexistence. They develop a mechanism called coexistence. നോട്ടിലുണ്ടാവും coexistence എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. അതായത് രണ്ട് സ്പീഷീസ് ആണ്, കണ്ടിന്യൂസ്ലി they are competing. എന്തായിരിക്കും അതിന്റെ ഫലം? രണ്ട് സ്പീഷീസിനും നഷ്ടമാണ്. അപ്പൊ കുറെ കാലം കഴിയുമ്പോ എവല്യൂഷൻ സമയത്ത് എന്ത് ചെയ്യും? they develop an adjustment called as coexistence. എന്താ കോഎക്സിസ്റ്റൻസ്? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കലാണ് കോഎക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. രണ്ട് സ്പീഷീസിന് സ്ഥിരമായി കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആഫ്റ്റർ സം ടൈം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ ദേ വിൽ ഡെവലപ്പ് ആൻ അഡ്ജസ്റ്റ്മെന്റ്. അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എന്താ? രണ്ട് സ്പീഷീസും നഷ്ടമാണ്. സോ ദേ വിൽ ഡെവലപ്പ് ആൻ അഡ്ജസ്റ്റ്മെന്റ്. ദാറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് കോൾഡ് കോഎക്സിസ്റ്റൻസ്. അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. കോഎക്സിസ്റ്റൻസ് എന്ന് പറയും. കോഎക്സിസ്റ്റൻസ് ഇറ്റ് ഈസ് ബൈ റിസോഴ്സ് പാർട്ടീഷനിങ്. അത് പലതരത്തിലാവാം. It is by resource partitioning or different feeding time. See, a simple example പറയാം. ഒരു മരത്തിന്റെ മേലെ കുറെ ബേർഡ്സ് ഉണ്ട്. ഒരു മരം മാത്രമേ ഉള്ളൂ, ഒരു ബനിയൻ ട്രീ ആണ്. ആ ബനിയൻ ട്രീയിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. ബേർഡ്സിന് വേണം, ഇൻസെക്റ്റിന് വേണം, ബാറ്റിന് വേണം, ഇതിനെല്ലാം ഫുഡ് വേണം. ഇതെല്ലാം ഒന്നിച്ചു വന്നാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കാരണം എന്താ? ആടെ ഒരു ബനിയൻ ട്രീ ഉള്ളൂ. സോ ദേ ഡെവലപ്പ് എ മെക്കാനിസം കോൾഡ് ആസ് റിസോഴ്സ് പാർട്ടീഷനിങ്. കണ്ടിട്ടുണ്ടോ? ബേർഡ്സ് വിൽ കം ഇൻ ദ മോർണിംഗ് ടൈം. ബേർഡ്സ് വരുന്നത് രാവിലെയാണ്. രാവിലെ വന്നിട്ട് 8 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകും, ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോകും. ദെൻ വിൽ കം ഇൻസെക്ട്സ്. പിന്നെ വേറെ ടൈപ്പ് ബേർഡ്സ് വരും, അല്ലെങ്കിൽ ഇൻസെക്ട് വരും. അത് കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പോ ബാറ്റ് വരും. രാത്രി ആവുമ്പോ ബാറ്റ് വരും. ഒരേ മരത്തിന്റെ മേലെ പല ആനിമൽസ് വരുമ്പോ അത് പല സമയത്ത് വരും. ചില ഇൻസെക്ട് വന്നിട്ട് ഫ്രൂട്ട് കഴിക്കും, ചില ഇൻസെക്ട് വന്ന് ലീഫ് കഴിക്കും. ദാറ്റ് ഈസ് കോൾഡ് റിസോഴ്സ് പാർട്ടീഷനിങ്. കമ്മിങ് ഓൺ ഡിഫറെന്റ് ടൈം. പല സമയത്ത് ഫുഡ് കഴിക്കാൻ വരുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ്. ലീഫോ, ചിലത് സ്റ്റെമ്മോ, ചിലത് ഫ്രൂട്ട്സോ, ചിലത് ഫ്ലവർ ഒക്കെ കഴിക്കും. ദിസ് ഈസ് കോൾഡ് ആസ് റിസോഴ്സ് പാർട്ടീഷനിങ്. എന്താ? എല്ലാ ബേർഡും ഇൻസെക്ട് ഒക്കെ ഒന്നിച്ചു വന്നാൽ എന്താവും? കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ടൈമിൽ, ഫീഡിങ് ടൈമിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓരോ സമയത്ത് വന്ന് ഫുഡ് കഴിക്കലാണ്. ആ മെക്കാനിസമാണ് പറയല് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് എവല്യൂഷൻ സമയത്ത് ഉണ്ടായതാണ് പ്രകൃതി. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വരും, അപ്പൊ സ്പീഷീസ് നശിച്ചു പോകും. ദെൻ വേറെ ടൈം റിസോഴ്സ് പാർട്ടീഷൻ പറഞ്ഞു, ഡിഫറെന്റ് ഫീഡിംഗ് ടൈം പറഞ്ഞു, ഓരോ സമയത്ത് ഫുഡ് കഴിക്കല്, ഡിഫറെന്റ് ഫീഡിംഗ് ഏരിയാസ് ആണ്. ഇതൊരു ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റില് 2 ഗ്രൂപ്പ് ടൈഗേഴ്സ് ഉണ്ട്. സോ വാട്ട് ദേ വിൽ ഡു? ഒരു ഗ്രൂപ്പ് ടൈഗേഴ്സ് ഇവിടെ വരും. ഒരു ഗ്രൂപ്പ് ടൈഗേഴ്സ് ഈ ഏരിയയിൽ ഫുഡ് കഴിക്കും. വലിയൊരു ഫോറസ്റ്റ് ആണ്. another group of tigers will get food from here. ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് ഫുഡ് കഴിക്കും, ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. എന്തിനാ? 2 ഭാഗത്തായിട്ട് ഫുഡ് കഴിക്കും. എന്തിനാ? ദാറ്റ് ഈസ് കോൾഡ് ടെറിട്ടറി മാർക്കിംഗ് എന്ന് പറയും. ആനിമൽസിന്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അതിന്റെ ബൗണ്ടറി ആണത്. അപ്പൊ എന്തുണ്ടാവില്ല? ഇത് ഇങ്ങോട്ട് വന്നാൽ എന്താവും? കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത് ഇങ്ങോട്ട് പോയാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോ ഡിഫറെന്റ് ഫീഡിംഗ് ഏരിയ. ഒരു ഫോറസ്റ്റിന്റെ പല ഏരിയയില് പല ഗ്രൂപ്പാണ്. അതിന്റെ പ്രകൃതിയിൽ ഉണ്ടായ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. ഡിഫറെന്റ് ഫീഡിംഗ് ഏരിയ ആണ്. ഇങ്ങനെ ഇത് തമ്മിൽ മിക്സ് ആയാൽ അതിന്റെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത് ഈ ഭാഗത്തും ഇത് ഈ ഭാഗത്തും. അങ്ങനെ ഡിഫറെന്റ് ഫീഡിംഗ് ഏരിയ, ഡിഫറെന്റ് ഫീഡിംഗ് ടൈം, ഡിഫറെന്റ് ഫീഡിംഗ് മെറ്റീരിയൽ. പല മെറ്റീരിയൽ കഴിക്കല്, പല സമയത്ത് ഫുഡ് കഴിക്കല്, പല ഏരിയയിൽ ഫുഡ് കഴിക്കല്. ദാറ്റ് ഈസ് കോൾഡ്, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് വി കോൾ ഇറ്റ് ആസ് കോ എക്സിസ്റ്റൻസ്. അത് പ്രകൃതിയിൽ വന്ന മെക്കാനിസം ആണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്തിനാ അഡ്ജസ്റ്റ്മെന്റ് വന്നത്? ടു ആ കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ഡെവലപ്പ് ചെയ്ത മെക്കാനിസം ആണ് ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന മെക്കാനിസം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കോമ്പറ്റീഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഇൻ വിച്ച് one species, 2 species will struggle between for obtaining common resource. ഒരേ റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാക്കലാണ്. Then comes third type of interaction is called as
Parasitism. Parasitism is a type of interaction. One species called as parasite absorb food from the host body. One species called as one species called as parasite. It absorb food from the host body, and one species is called parasite. A species is called parasite, B species is called host. അപ്പോൾ പാരസൈറ്റ് സ്പീഷീസ് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. നോട്ട് ഓൺലി അബ്സോർബിംഗ് ഫുഡ് മെറ്റീരിയൽ ബട്ട് സ്പെൻഡ് പാർട്ട് ഓർ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓൺ ദ ബോഡി ഓഫ് ഹോസ്റ്റ്. സേ ഫുഡ് അബ്സോർബ് ചെയ്യാൻ പോരാ, ഇറ്റ് ഹാസ് ടു സ്പെൻഡ് പാർട്ട് ഓർ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓൺ ദ ബോഡി ഓഫ് ഹോസ്റ്റ്. എന്താ ഉദ്ദേശിക്കുന്നത്? My question, whether mosquito is a parasite or not. Whether mosquito is a parasite or not. എന്താ ഉത്തരം? Mosquito absorb food from our body. Female anopheles mosquito. Where is a parasite? എന്താ ഉത്തരം? എന്താ? No, it is not a parasite. എന്താ ചെയ്യേണ്ടത്? പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് അബ്സോർബ് ചെയ്താൽ മാത്രം പോരാ, ലിവിംഗ് body, living partially or spend a part or complete life cycle on the body of host. ഫുഡ് അബ്സോർബ് ചെയ്താൽ പോരാ, അത് ഹോസ്റ്റിന്റെ ബോഡിയിൽ ജീവിക്കണം. ഒന്നുകിൽ ഫുള്ളായി ജീവിക്കണം, ലൈഫിന്റെ മുഴുവൻ സമയം ജീവിക്കണം, അല്ലെങ്കിൽ ലൈഫിന്റെ പകുതി സമയമെങ്കിലും ജീവിച്ചിരിക്കണം. That is called parasite. Absorbing food material and spend a part or complete life cycle on the body of host is called as parasite. And who will get benefit? Parasite will get benefit. Parasite ആണ് ബെനിഫിറ്റ് കിട്ടുന്നത്, ഹോസ്റ്റിന് നഷ്ടമാണ് അല്ലെ? പാരസൈറ്റിനാണ് ഫുഡ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ പാരസൈറ്റ് വിൽ ഗെറ്റ് ബെനിഫിറ്റ്, ഹോസ്റ്റിന് ബെനിഫിറ്റ് കിട്ടൂല. അതാണ് റിലേഷന്റെ പ്രത്യേകത. There are two types of parasites are there. Endoparasite and ectoparasite. എന്താ എൻഡോപാരസൈറ്റ് എന്ന് പറഞ്ഞാല്? പാരസൈറ്റ് ലിവിംഗ് ഇൻസൈഡ് ദ ബോഡി ആർ കോൾഡ് എൻഡോപാരസൈറ്റ്. പാരസൈറ്റ് ലിവിംഗ് ഔട്ട്സൈഡ് ദ ബോഡി ആർ കോൾഡ് എക്ടോപാരസൈറ്റ്. എന്താ എൻഡോപാരസൈറ്റ്? നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരുപാട് വേംസ് ഒക്കെ ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്, അതൊക്കെ എൻഡോപാരസൈറ്റ് ആണ്. ബോഡിക്ക് പുറത്തുള്ളത് എക്ടോപാരസൈറ്റ് ആണ്. ടിക്സ് ആൻഡ് മൈറ്റ്സ് ആർ ദേർ. നമ്മുടെ തലയിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ? മൈറ്റ്സ് ആർ ദേർ. അനിമൽസിന്റെ ബോഡിയിൽ ടിക്സ് ആർ ദേർ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ലൈസ് ആർ ദേർ. ഇതൊക്കെ നമ്മുടെ ബോഡി കാണുന്ന എക്ടോപാരസൈറ്റ് ആണ്. സോ പാരസൈറ്റ് ലിവിംഗ് ദ ബോഡി ആർ കോൾഡ് എൻഡോപാരസൈറ്റ്. ലിവിംഗ് ഔട്ട്സൈഡ് ദ ബോഡി ആർ കോൾഡ് എക്ടോപാരസൈറ്റ്. Loranthus. In the plant kingdom, parasite is small. Loranthus is there. നിങ്ങൾ റെക്കോർഡിൽ പഠിച്ചിട്ടുണ്ടാവും. മാംഗോ ട്രീന്റെ മേലെ കാണുന്ന ലൊറാൻഡസ് ഓൺ ദ മാംഗോ ട്രീ. യു നോ ലൊറാൻഡസ് ഓൺ ദ മാംഗോ ട്രീ. ലൊറാൻഡസ് ഡ്രോൺ ദ മാംഗോ ട്രീ. മാംഗോ ട്രീന്റെ മേലെ കാണുന്ന ലൊറാൻഡസ് ഇസ് ദേർ. അതൊരു പാരസൈറ്റ് ആണ്, എക്ടോ പാരസൈറ്റ് ആണ്. ലൊറാൻഡസ് ഗ്രോയിങ് ഓൺ ദ മാംഗോ ട്രീ. അറിയാം, മാവിന്റെ മുകളില് ലൊറാൻഡസ് ഉണ്ട്. അത് അബ്സോർബ് ചെയ്യും. ലൊറാൻഡസ് ഗ്രീൻ കളറാണ്. അത് ഫുഡല്ല, മിനറൽസും വാട്ടർ ആബ്സോർബ്. ലൊറാൻഡസ് പോലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. So Loranthus is a parasite living on mango tree. It absorbs not food, minerals and water. Loranthus green plant ആണ്. ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കാണിച്ചുതരാം. ഫുഡ് അബ്സോർബ് ചെയ്യില്ല, മിനറലും വാട്ടറും അബ്സോർബ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും ബൈ ഫോട്ടോസിന്തസിസ്. Then Cuscuta living on herbs. കാണിച്ചുതരാം. ഹെർബിന്റെ മേലെ കാണുന്ന ഗ്രീൻ ലൈറ്റ് യെല്ലോ കളറുള്ള ഒരു പ്ലാന്റ് ആണ്. ഹെർബിന്റെ മേലെ കാണുന്ന കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. numerous examples are there in the plant kingdom also. That is about the parasitism. One species called as parasite, absorbing food and live completely or partially on the life cycle of the body of host. And in a complete life cycle, നമ്മുടെ worms ഒക്കെ നമ്മുടെ ബോഡിക്കുള്ളിൽ മുഴുവനായിട്ട് ജീവിക്കും. And Plasmodium vivax, which cause malaria. Plasmodium vivax, which cause malaria. എങ്ങനെയാ ജീവിക്കുന്നത്? പ്രോട്ടോസോവ പറഞ്ഞാൽ പ്രൊട്ടിസ്റ്റ എങ്ങനെ ജീവിക്കുന്നു? മലേറിയൽ പാരസൈറ്റ് പകുതി നമ്മുടെ ബോഡിയിലാണ് ജീവിക്കുന്ന. ലൈഫിന്റെ പകുതി സമയം ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോന്റെ ബോഡിയിലാണ്. അതിന് രണ്ട് ഹോസ്റ്റ് വേണം, ഡുവൽ ഹോസ്റ്റ്.
സോ അങ്ങനെ നമ്മുടെ ബോഡിയിൽ പകുതി ഫീമെയിൽ അനോഫിലിസിന്റെ മസ്കിറ്റോന്റെ ബോഡിയിലുമാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ജീവിക്കുന്നത്. അപ്പോ 2 ഹോസ്റ്റ് വേണം. പാർട്ട് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഇൻ ദ ബോഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് പാർട്ട് ഇൻ ദ ബോഡി ഓഫ് മസ്കിറ്റോ, ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ 2 ഹോസ്റ്റിന്റെ ബോഡി ജീവിക്കുന്ന അനിമൽസും ഉണ്ട്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ parasitism. We can continue the two topics were remaining. That is about the commensalism and symbiosis, or like that remains. That we can continue and we can discuss the question answers in the next class. Okay, thank you.